നമ്മുടെ വീടുകളിൽ കഴിയുന്ന വീട്ടമ്മമാർ അവരെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾ ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹതയില്ലാത്തവരാണെങ്കിൽ അങ്ങനെയുള്ള പാവപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം പെൻഷൻ നൽകുന്ന നടപടിയും ഈ മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ 31 ലക്ഷത്തിലധികം സ്ത്രീകൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വരും. ഒരു വർഷം 3800 കോടി രൂപ അതിൻ്റെ ബാധ്യതയായിട്ടും വരും. ഇവിടെ നമ്മുടെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, ITI പാസ്സായവർ, പോളിടെക്നിക് കഴിഞ്ഞവർ, ബിരുദം കഴിഞ്ഞവർ, ഇവരൊക്കെ വിവിധ തരത്തിലുള്ള തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. അതിൻ്റെ ഭാഗമായുള്ള സ്കിൽ കോഴ്സുകളിൽ ചേരാനുണ്ടാവും അവർക്ക്. അപ്പോൾ അത്തരം ആളുകൾക്ക് 1000 രൂപ ഒരു മാസം നൽകുന്നതിനുള്ള നടപടി 18 വയസ്സ് വരെ മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ സഹായം ലഭ്യമാകും. 5 ലക്ഷം യുവതി യുവാക്കൾക്ക് അർഹതയുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. 600 കോടി രൂപ അതിന് ചെലവ് വരാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ കുടുംബശ്രീയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ കുടുംബശ്രീയെ ഒന്നുകൂടി ശാക്തീകരിക്കാൻ എല്ലാ വാർഡിലുമുള്ള ADS, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾക്ക് ഓരോ മാസവും 1000 രൂപ വീതം നൽകുകയാണ്. 19,470 ADSകളാണ്. പ്രതിവർഷം 23 കോടിയിൽ പരം രൂപ അതിന് ചെലവ് വേണ്ടി വരും. ഇവിടെ നമ്മുടെ മറ്റ് സാമൂഹ്യ സുരക്ഷാ രംഗത്തുള്ള എല്ലാ കൂട്ടർക്കും, ഇപ്പോൾ സർക്കസ് കലാകാരന്മാർ, അവശ്യ കലാകാരന്മാർക്ക്, അവർക്കെല്ലാം നേരത്തെ പറഞ്ഞ 1600 രൂപയിൽ നിന്ന് 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കി മാറ്റുകയാണ്. നമ്മുടെ സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, പെൻഷൻകാർ, അവർക്കെല്ലാമുള്ള DAയും DRഉം ഈ ഘട്ടത്തിൽ 4% നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളത്തിനോടൊപ്പം പെൻഷനോടൊപ്പം എന്ന് പ്രഖ്യാപിച്ചു. അത് 5,45,000 സർക്കാർ ജീവനക്കാരുണ്ട്. ഏകദേശം അത്രത്തോളം തന്നെ പെൻഷൻകാരും ഉണ്ട്.